ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായും പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും ഒരു സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു 10ാം സീസണിലേക്ക് വേണ്ടി ഏറെ പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച ഒരു താരമാണ് ഇഷാൻ പണ്ഡിത എന്നുള്ളത്. ജംഷഡ്പൂർ FCയിൽ നിന്നും 2 വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഇഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചതോടെ ആരാധകരും വലിയ ആഹ്ലാദത്തിലായിരുന്നു. ഇഷാൻ പണ്ഡിത എന്ന താരത്തിന്റെ വരവിൽ ആഹ്ലാദിച്ച ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇപ്പോൾ താരത്തെ ഓർത്ത് ദുഃഖിക്കുകയാണ്. കാരണം താരത്തിന്റെ പ്രകടനമൊന്നുമല്ല, പ്രകടനം നടത്താൻ പോലും ബ്ലാസ്റ്റേഴ്സിൽ താരത്തിന് അവസരം ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ കാരണം. ഇന്നലെ രാത്രി കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് ഒഡീഷ FCക്കെതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ആദ്യ 11-ൽ ഇഷാൻ പണ്ഡിത എത്തുമെന്നാണ് ആരാധകരെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് ആ ഒരു സ്ഥാനത്ത് മലയാളി താരമായ നിഹാൽ സുധീഷിനെയായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്ത നമ്മുടെ സുനിൽ ഛേത്രി എന്ന് വിശേഷണമുള്ള താരം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനായി ആകെ കളിച്ചത് 93 മിനിറ്റ് മാത്രമാണ്. ഈ ഒരു 10ാം സീസണിൽ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ പോലും താരത്തിന് സാധിച്ചിട്ടില്ല. കൂടാതെ ഇന്നലെ രാത്രി ഒഡീഷക്കെതിരായ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ താരം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ആരാധകരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും. ISLലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ഈ ഒരു ക്ലബിൽ ഇഷാൻ പണ്ഡിതക്ക് അവസരം ലഭിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത സീസണിൽ താരം ക്ലബ്ബ് വിടാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. കൂടാതെ അവസരങ്ങളൊന്നും കിട്ടാതെ ബെഞ്ചിൽ ഇരിക്കുന്നതിന് പകരം താരം മറ്റേതെങ്കിലും ക്ലബ്ബിൽ പോയി രക്ഷപ്പെടട്ടെ എന്നാണ് ആരാധകരുടെ എല്ലാവരുടെയും നിലവിലെ ഒപ്പീനിയൻ. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.